കട്ടപ്പന പുളിയൻമലയിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ പരാക്രമം. കഴിഞ്ഞ രാത്രിയിൽ പുളിയമല സ്വദേശി ഇളംപുരയിടത്തിൽ വിനോദിന്റെ വീട്ടിലെത്തിയാണ് അന്യസംസ്ഥാന തൊഴിലാളി വീടിന് നേരെ അക്രമം നടത്തിയത്. വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. കൂടാതെ കമ്പിപ്പാര ഉപയോഗിച്ച് വീട്ടിലെ ടിവിയും കുട്ടികൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പും അടക്കം നശിപ്പിച്ചു. അക്രമിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇന്നലെ രാത്രിയിലാണ് സംഭവം നടക്കുന്നത്. രാത്രി 3 മണിയോടെ പുളിയമലയിലെ വിനോദിന്റെ വീട്ടിലെത്തിയ അന്യസംസ്ഥാന തൊഴിലാളി യാതൊരു പ്രകോപനവും ഇല്ലാതെ വീടിന്റെ ജനൽച്ചില്ലുകൾ അടിച്ചു തകർക്കുകയായിരുന്നു. വീടിന്റെ മുറ്റത്ത് ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണരുന്നത്. തുടർന്ന് ലൈറ്റ് ഇട്ട ശേഷം CCTV നോക്കുമ്പോഴാണ് മുറ്റത്ത് ആരോ നിൽക്കുന്നതായി കണ്ടത്. ലൈറ്റുകൾ ഇട്ടതോടെ ഇയാൾ കയ്യിലിരുന്ന കമ്പിപ്പാര ഉപയോഗിച്ച് വീടിന്റെ മുൻവശത്തെ ജനൽച്ചില്ലുകൾ അടിച്ചു തകർക്കുകയായിരുന്നെന്ന് വീട്ടുകാർ പറയുന്നു. തുടർന്ന് ജനാലയ്ക്ക് സമീപം ഇരുന്ന TV, ലാപ്ടോപ്പ് എന്നിവ കുത്തിമറിച്ചിട്ട് നശിപ്പിച്ചു. തുടർന്ന് കമ്പിപ്പാര ഉപയോഗിച്ച് വീടിന്റെ മുൻവശത്തെ കതക് തുറക്കാനും ശ്രമിച്ചു. ഇതോടെ ഇവർ സമീപവാസികളെ ഫോൺ മുഖാന്തരം വിവരം അറിയിച്ചു. അന്യസംസ്ഥാന തൊഴിലാളി അക്രമാസക്തനായതോടെ രക്ഷാർത്ഥം വീട്ടുകാർ ജനലിലൂടെ ഇയാളുടെ മുഖത്തേക്ക് മുളകുപൊടി വിതറി. ഇതോടെ ഇയാൾ കമ്പിപ്പാല കയ്യിൽ നിന്ന് ഉപേക്ഷിച്ചു. തുടർന്ന് സമീപവാസികൾ ഓടിക്കൂടി ഇയാളെ പിടികൂടുകയായിരുന്നു. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. വെറുതെ ഒരു 3:45 ആയി കഴിഞ്ഞപ്പോഴത്തേനും മുറ്റത്ത് ഇങ്ങനെ സൗണ്ട് കേട്ടോണ്ട് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരുത്തം മുറ്റത്ത് നിൽക്കുന്നു. ആ മുറ്റത്ത് നിൽക്കുന്ന കണ്ടുകൊണ്ട് നമ്മൾ ലൈറ്റ് ഇട്ടപ്പോഴത്തേനും എൻ്റെ കൈവശം ഒരു കമ്പി വടി ഉണ്ടായിരുന്നു. അത് വെച്ച് വന്ന് ജനലും എല്ലാം തല്ലി പൊളിച്ച് അവിടുന്ന് TV സ്റ്റാൻഡെല്ലാം അവിടെ കുത്തിമറിച്ചിട്ട് ഭയങ്കരമായ നഷ്ടം. ഈ അന്യസംസ്ഥാന തൊഴിലാളി എവിടെ നിന്നാണ് വന്നതെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. ഇയാളുടെ കയ്യിൽ ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖകളൊന്നും ലഭിച്ചിട്ടുമില്ല. ലഹരിക്ക് അടിമയോ മാനസിക അസ്വസ്ഥമുള്ള ആളാണോ എന്ന സംശയം നാട്ടുകാർക്കുണ്ട്. ഇദ്ദേഹത്തിന്റെ സ്വഭാവ രീതികൾ ഇത് വ്യക്തമാക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.